നമസ്കാരം. അറബിക്കടലിൽ ഇന്ത്യൻ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ ജലപരിധിയിലേക്ക് കടന്ന അൽ മദീന എന്ന പാകിസ്ഥാനി മത്സ്യബന്ധന ബോട്ടാണ് കോസ്റ്റ് ഗാർഡ് പിടികൂടിയത്. ജനുവരി 14 രാത്രി അതീവ രഹസ്യമായും വേഗത്തിലും നടത്തിയ നീക്കത്തിനൊടുവിലാണ് 9 ജീവനക്കാരുമായി ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ രാത്രികാല പട്രോളിങ്ങിനിടെയാണ് സംശയാസ്പദമായ രീതിയിൽ ഒരു ബോട്ട് കണ്ടെത്തുന്നത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിരേഖ അഥവാ IMBL ലംഘിച്ച് ബോട്ട് ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും വേഗത കൂട്ടി രക്ഷപ്പെടാനായിരുന്നു പാക് സംഘത്തിന്റെ ശ്രമം. എന്നാൽ കടലിലെ പ്രതികൂല സാഹചര്യങ്ങളെയും ഇരുട്ടിനെയും അവഗണിച്ച് ഇന്ത്യൻ സേന ബോട്ടിനെ പിന്തുടർന്ന് വളയുകയായിരുന്നു. പിടികൂടിയ ബോട്ടിൽ 9 പാകിസ്ഥാനി ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇവർ മത്സ്യബന്ധനത്തിന് എത്തിയതാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തി കടന്ന് എത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. സമുദ്ര സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് ഇവരെ ഉടനടി കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഈ ബോട്ടും ജീവനക്കാരെയും ഗുജറാത്തിലെ പോർബന്തറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ സംയുക്തമായ ചോദ്യം ചെയ്യൽ നടക്കും. സമീപകാലത്ത് ലഹരിക്കടത്തിനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി മത്സ്യബന്ധന ബോട്ടുകൾ മറയാക്കുന്നത് പതിവാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഈ നീക്കം സമുദ്ര സുരക്ഷയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ദിനം വരാനിരിക്കെ രാജ്യത്തിന്റെ തീരമേഖലകളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. തീരദേശ സുരക്ഷാ ഏജൻസികളും നാവികസേനയും സംയുക്തമായി നിരീക്ഷണം തുടരുകയാണ്. നിലവിൽ പോർബന്തറിൽ എത്തിച്ച ബോട്ട് പൂർണ്ണമായും പരിശോധിച്ചു വരികയാണ്. പിടിച്ചെടുത്ത ബോട്ടിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള രേഖകളോ വസ്തുക്കളോ കണ്ടെടുത്തിട്ടുണ്ടോ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.